Hello friends, Andro Creations എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ സംഭവിക്കുന്ന ചെറിയൊരു പ്രോബ്ലമിനെ കുറിച്ചാണ്. അതായത് ഒരു ചെറിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഒരുപാട് പരസ്യങ്ങൾ കയറി വരാറുണ്ട്. എല്ലാവരുടെ മൊബൈലിലും പരസ്യങ്ങൾ കയറി വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടുതൽ നമ്മൾ നെറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ പരസ്യങ്ങൾ ചെറുപ്രാന്ന് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. ചിലപ്പോൾ നമുക്ക് മൊബൈൽ ഉപയോഗിക്കണമെന്ന് പോലും തോന്നുകയില്ല. കാരണം അത്രത്തോളം പരസ്യമായിരിക്കും വരുന്നത്, പോപ്പപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസിൽ വരുമ്പോൾ നമ്മൾ പലയിടത്തും ചോദിക്കും, എന്താണ് ഇത്തരം പ്രോബ്ലംസ് വരുന്നത്, അതായത് ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നൊക്കെ നമ്മൾ പലരോടും ചോദിക്കാറുണ്ട്. ചിലർ പറയും നമ്മുടെ മൊബൈൽ മാൾവെയർ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം പ്രോബ്ലംസ് വരുന്നത്. അതിനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ റീഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം, അതായത് ഏകദേശം 90% പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനെ കണ്ടുപിടിച്ച് നമുക്ക് ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 90% നമ്മുടെ ഫോണിൽ വരുന്ന ഇത്തരം പരസ്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അത്തരം പരസ്യങ്ങൾ തരുന്ന ആപ്ലിക്കേഷനുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതും, അത് എങ്ങനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്കറിയാം, ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ട്രിക്കാണ്. ആ ട്രിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കരുത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നെറ്റ് വല്ലതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് പരസ്യങ്ങൾ കയറി വരാറുണ്ട്. മിക്കവാറൊക്കെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞായിരിക്കും നമുക്ക് പരസ്യങ്ങൾ കയറി വരുന്നത്. ഇത്തരം പരസ്യങ്ങൾ കയറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ, ഈ ഒരു പരസ്യം ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ ഉപയോഗിക്കും. കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലുള്ള പരസ്യം കയറി വരും, വീണ്ടും നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ മൊബൈൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഇത്തരം പരസ്യങ്ങൾ മിക്കവാറും ഒക്കെ കയറി വരുന്നത് നമ്മുടെ ഫോണിൽ മാൾവെയർ അറ്റാക്ക് കൊണ്ടോ അല്ലെങ്കിൽ വൈറസ് അറ്റാക്ക് കൊണ്ടോ ഒന്നും അല്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ഇത്തരം പരസ്യങ്ങൾ കയറി വരുന്നത്. ഇത്തരം പരസ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് ഇത്തരം പരസ്യങ്ങൾ കയറി വരുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്യാതിരിക്കുക. ഇപ്പം വരുന്ന പരസ്യം ക്ലോസ് ചെയ്യാതെ നിങ്ങളുടെ ഫോണിൻ്റെ റീസെൻറ്റ് ടാബ് അല്ലെങ്കിൽ റീസെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വന്ന പരസ്യം വന്നിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് വന്നിട്ടുള്ളത് എന്ന് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എൻ്റെ പരസ്യം വന്നതിന് തൊട്ട് മുകളിലായിട്ട് പ്ലെയർ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫോണിൽ പ്ലെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴിയാണ് എനിക്ക് പരസ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ റീസെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പരസ്യം വന്നിട്ടുള്ളത് ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ നോക്കുന്നതാണ് എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്ലെയർ എന്നുള്ള ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിലുണ്ട്. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് എനിക്ക് പരസ്യം വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ വഴി വരുന്ന പരസ്യങ്ങൾ എനിക്ക് ഒഴിവാക്കുവാനും, ഒരുപാട് പരസ്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം ആപ്ലിക്കേഷനുകൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പ്രോബ്ലംസുകൾ മാറുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്തരം ആപ്ലിക്കേഷനുകൾ പരസ്യങ്ങൾ തരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ആപ്ലിക്കേഷൻ്റെ നമ്മൾ ഫ്രീ വേർഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡെവലപ്പർമാർക്ക് പരസ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അവർ ഇത്തരം പരസ്യങ്ങൾ, മറ്റുള്ളവരുടെ പരസ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷനുകളുടെ ഡെവലപ്പർ നിർമ്മിച്ചിരിക്കുന്ന മറ്റു ആപ്ലിക്കേഷനുകളുടെ പ്രൊമോഷന് വേണ്ടിയും അവർ ഇത്തരം പരസ്യങ്ങൾ നമ്മുടെ മൊബൈൽ വഴി തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് പരസ്യങ്ങൾ വരുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ പെയ്ഡ് വേർഷന് അതായത് പരസ്യങ്ങളില്ലാത്ത വേർഷൻ പൈസ കൊടുത്ത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ പ്രോബ്ലംസുകൾ ഒഴിവാക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒന്നുകിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസ് പോയിട്ട് നമുക്ക് ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അതിൽ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ആപ്ലിക്കേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൽ നമ്മൾ ഇപ്പോൾ കണ്ട ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരുത്തുന്ന ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പ്ലെയർ ആണ് എൻ്റെ ഫോണിൽ നിന്ന് വരുന്ന പരസ്യം വരുന്ന ആപ്ലിക്കേഷൻ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണിൽ ഇത്തരം പരസ്യങ്ങൾ ഉണ്ടാക്കുന്നത് വൈറസുകളോ മാൽവെയറുകളോ ഒന്നും തന്നെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനുകളായിരിക്കും. ഇത്തരം ആപ്ലിക്കേഷനുകൾ കണ്ടുപിടിച്ച് അവയെ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇത്തരം പരസ്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.